സംഘപരിവാറുകാർ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപം ആലപിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം രാജ്യത്തെ സാമുദായിക അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക എന്നതാണ് സംഘപരിവാറിൻ്റെ ഏക അജണ്ട. എന്നാൽ അതേ അജണ്ട രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അവരുടെ ആസ്ഥാനത്ത് തന്നെ നടപ്പിലാക്കുന്നത് എല്ലാ മതേതര വിശ്വാസികളെയും അത്ഭുതപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു. ആദ്യത്തെ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്കറിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത സംഘടനയാണ് RSS. പങ്കില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരോട് കൈകോർത്ത് സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്താൻ RSS ആകാവുന്ന വിധമെല്ലാം ശ്രമിച്ചു. ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ബ്രിട്ടീഷ് ദാസ്യൻ 1875 വന്ദേമാതരം എഴുതിയത്. 1857 രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ബ്രിട്ടീഷുകാർക്കെതിരെ കൈകോർത്ത കാലം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ വിനീത വിധേയനായി ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് തസ്തികയിൽ നിയമിതനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1891 ജില്ലാ ജഡ്ജി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് ബ്രിട്ടീഷ് സർക്കാർ റായ് ബഹദൂർ പദവി നൽകി. ഇങ്ങനെയെല്ലാമുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം എഴുതിയത്. ആനന്ദ് മഠം എന്ന അദ്ദേഹത്തിന്റെ നോവലിലാണ് ഈ ഗാനം ഉൾപ്പെടുത്തിയത്. രാജ്യത്ത് മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക എന്നതായിരുന്നു ആനന്ദ് മഠത്തിന്റെ ലക്ഷ്യം. എന്നാൽ നോവലിലെ വന്ദേമാതരം അക്കാലത്ത് ജനപ്രിയമായി. പക്ഷേ വന്ദേമാതരത്തിലെ ചില വരികൾ തികച്ചും മതപരമായിരുന്നു, ഹിന്ദുദൈവങ്ങളെ വാഴ്ത്തുന്നതായിരുന്നു. ജനുവരി 24 വന്ദേമാതരം ദേശീയ ഗീതമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. പക്ഷേ വന്ദേമാതരത്തിലെ മതപരമായ ഭാഗങ്ങൾ ഒഴിവാക്കി. ആദ്യത്തെ 2 ചരണം മാത്രം ചൊല്ലണം എന്നതായിരുന്നു തീരുമാനം. ആ തീരുമാനമാണ് ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചത്. ന്യൂനപക്ഷങ്ങളെ കൊണ്ടും മതേതര വിശ്വാസികളെ കൊണ്ടും ഹിന്ദു ദൈവസ്തുതികൾ നിർബന്ധമായും ചൊല്ലിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കാരണം സംഘപരിവാറിന്റെ രാഷ്ട്രീയം വിദ്വേഷമാണ്. വിദ്വേഷത്തിലൂടെ സാമുദായിക വിഭജനം സൃഷ്ടിക്കുക, കലാപങ്ങളിലൂടെ ആത്മനിർവൃത്തി തേടുക, ഇതിനായുള്ള ഒരു ഉപകരണം മാത്രമാണ് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം. അത് അതിനെക്കുറിച്ചുള്ള വിശദീകരണം ACC തന്നെ പറയും, ഞാനല്ലോ പറയണ്ടത്. അമ്മ ആരാണെന്ന് അറിയാത്തവരാണ് വന്ദേമാതരം പറയുന്നതിനെ എതിർക്കുന്ന ആളുകൾ. പക്ഷേ അമ്മ ആരാണെന്ന് അറിയുന്ന ആളുകൾ, അമ്മ എന്താണെന്ന് അറിയുന്ന ആളുകൾ വന്ദേമാതരം എന്ന് തന്നെ എപ്പോഴും പറയും. അങ്ങനെയാണ് പറയേണ്ടത്. റിവ്യൂ മീറ്റിംഗ് ആയിട്ട് 2 പോയിന്റും 2 തട്ടുമുള്ള മുസ്ലിം കുട്ടികളുമാണ് കേരളത്തിൽ നടക്കുന്നത് പറഞ്ഞിട്ട് ഇവര് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ വർഗീയ വിഷം ആളിക്കത്തിക്കുക എന്നതാണ് സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഒരു പ്രതിഷേധ നാടകത്തെ പോലും സംഘപരിവാറിന് ഭയമാണ്.
ഫ്രോഡുലൻ്റായ ഒരു കേസ് നൽകിയിരിക്കുന്നത് ഒരു വി സി ആണ്. വി സി തന്നെ നുണ പറയുന്നു, വി സി തന്നെ കള്ളപ്പരാതി കൊടുക്കുന്നു, വി സി തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളെ, അവർ പഠിപ്പിക്കുന്ന സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ജയിലിൽ അടപ്പിക്കുന്നു. ഇത് എന്ത് കേരളമാണ്? എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്? ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് സമാനമായൊരു നുണയല്ലേ. ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ രമേശ് ചെന്നിത്തലയും പ്രതികരിക്കുന്നു. എല്ലാ മന്ത്രിമാരും ഓടി വന്ന് എസ് എഫ് ഐക്കെതിരെയാകുമ്പോൾ ഓടി വന്ന് പ്രതികരിക്കുന്നു. എസ് എഫ് ഐക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ കൂടുതൽ കയ്യടി കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും ഈ പറഞ്ഞ വൈസ് ചാൻസലർമാരും എല്ലാവരും സംയുക്തമായി ഇറങ്ങിയിരിക്കുകയാണ്. Real independence means that people are free from fear. Real independence means that people are having the right to stand inside this land with every right, democratic right. Real independence means that each and every citizens inside this country are free from fear. Real independence means that each and every citizen inside this country are having equal rights. Real independence means that each and every citizen inside this country has equal access to education and employment. Real independence means that every human is treated equally and they are not having any chains, either that is any feudal chains or any chains of caste oppression that they are facing, or any change of inequality based on the basis of language or gender.